രാവും പകലും മഴ കനത്തപ്പോ തൊട്ടുള്ള ഒരു മോഹമായിരുന്നു നിറയെ കൽപ്പടവൊക്കെയുള്ള ഒരു കുളത്തിന്റെ കരയിൽ പോയി ചുമ്മാ ഒന്ന് വൈബടിച്ചിരിക്കണമെന്ന്. അങ്ങനെ ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. പെരളശ്ശേരി അമ്പലക്കുളം. അമ്പലത്തിൽ പോകുമല്ലേ, ഒട്ടും കുറയ്ക്കണ്ടെന്ന് കരുതി രാവിലെ എണീറ്റോടെ കുളിച്ച് സാരി കൊടുത്തു പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ സാരിക്കൊരു കഥയുണ്ട്. ഞാൻ പറ്റിക്കപ്പെട്ടതിന്റെ കഥ. അതെ, 2 കൊല്ലം മുന്നേ അറിയപ്പെടാത്ത ഏതാണ്ടൊരു സൈറ്റിൽ പോയി ഓർഡർ ചെയ്തതായിരുന്നു. മോഡലിൽ ഉണ്ടായിരുന്നതൊന്ന്, കിട്ടിയത് വേറൊന്ന്. സെയിം കളർ കോമ്പിനേഷൻ മാത്രം വെച്ച് ഒരു പന്ന തുണി നീളത്തി വെട്ടിത്തന്നു എന്ന് വേണേ പറയാം. ഈ തുണിയെടുത്ത് വേറെ എന്തേലും തയ്പ്പിക്കാൻ പോലും പറ്റാത്തത്ര ലോ ക്വാളിറ്റി. റിട്ടേൺ അടിച്ച് ഉള്ള പൈസ കൂടി കളയണ്ടല്ലോന്നോർത്ത് മാത്രം അതിന് നിന്നില്ല. ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇങ്ങനെ ഉടുക്കുന്നതാണ് ലുക്ക് വൈസ് എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നിയത്. ഹെൽമറ്റൊക്കെ ഇട്ട് താഴെ എത്തിയതും വീണ്ടും നല്ല മഴ. സോ ഒരു റെയിൻകോട്ട് കൂടെ ഇട്ട് പോകാൻ റെഡിയായി നിന്നു. പോകാൻ നേരം ഒരു മഴ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണേലും 2 മിനിറ്റ് തികച്ചു കിട്ടിയില്ല എന്ന് വേണം പറയാൻ. പിന്നീട് അങ്ങോട്ട് മഴയുടെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരുവിധം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അവിടെ എത്തിയപ്പം ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ. അത്രയും ആൾക്കാരെ കണ്ടപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്കാണെന്ന ബോധം എനിക്ക് വന്നത്. വന്ന വഴി തിരിച്ചു പോയാലോ എന്ന് വരെ ഞാൻ ഓർത്തുപോയി. ഞാനൊരു ഇൻട്രോവേർട്ട് പ്ലസ് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളായത് കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് എങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ. പിന്നെ ഇവിടെ വരെ വന്നതല്ലേ, എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് അന്നദാനം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. 10 രൂപയുടെ ഏതാണ്ട് ഒരു വഴിപാട് കൂടെ കഴിപ്പിച്ച് പ്രസാദവും വാങ്ങി. പ്രസാദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 10 രൂപയ്ക്ക് അത്രയും ക്വാണ്ടിറ്റി വെർത്തായി തോന്നി. പുറത്തേക്ക് വന്നപ്പോൾ മതിൽക്കെട്ടിനോട് ചേർന്ന് ഒരു വെളിച്ചപ്പാട് തെയ്യം. തുള്ളൽ കഴിഞ്ഞപ്പം അവിടെ വീണുകിടന്ന അരിമണികൾ കൊത്തിത്തിന്നാനെത്തിയ പ്രാവുകളെയും നോക്കി കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. കാണാൻ വന്ന കുളമൊഴിച്ച് ബാക്കിയൊക്കെ ഞാൻ ആസ്വദിച്ചു. ആളും വെയിലും കാരണം ആ ഭാഗത്തേക്ക് പോകാനേ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. വെയില് മാറണ വരെ ഇരിക്കാനുള്ള ക്ഷമയും ഇല്ലാത്തത് കൊണ്ട് നേരെ തിരിച്ചു പോന്നു.